ബ്രഹ്മയുഗം ചിത്രത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ മമ്മൂക്കയുടെ ഒരു അവതാരകൻ ചോദിക്കുന്നു, ടെർബോ ഒരു ഇടിപ്പടമായിരിക്കുമെന്ന്. അപ്പോൾ മമ്മൂക്ക ചോദിക്കും, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഇടിയോടിടി എന്നാൽ തന്നേക്കാമെന്നാണ് മമ്മൂട്ടി അതിന് കൊടുത്ത മറുപടി. അതായത് ടെർബോ ഒരു ഇടിയോടിടി ചിത്രമാണ്. ചിത്രം കണ്ട പ്രേക്ഷകരുടെ പ്രതികരണമുള്ള വീഡിയോകൾ കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മമ്മൂട്ടി എന്ന 73-കാരൻ്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ റിവ്യൂവേഴ്സ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളുടെ റിവ്യൂ ചിത്രത്തെ കീറി മുറിക്കുന്ന രീതിയിലുള്ളതായിരുന്നു. ശരിയാണ്, ചിത്രം ഒരു മാസ് മസാല ചിത്രമാണ്. അതിന് സ്ഥിരം കാണുന്ന മാസ് മസാല ചിത്രത്തിൻ്റെ അതേ ടെംപ്ലേറ്റ് ആയിരിക്കും, അതേ ഏകദേശ തിരക്കഥയുമായിരിക്കും. പുതുമ പ്രതീക്ഷിക്കരുത്. പക്ഷേ അതിൻ്റെ മേക്കിംഗ് ആണ് ഒരു മാസ് മസാല ചിത്രം വ്യത്യസ്തമാക്കുന്നത്. അതിൽ ടെർബോയിലുണ്ട്. മമ്മൂട്ടിയുടെ അഴിഞ്ഞാട്ടമായി എടുത്തു വെച്ച ഫൈറ്റ് സീനുകളും ചേസ് സീനുകളും ക്യാമറ വർക്കും എഡിറ്റിങ്ങും വൈശാഖ് എന്ന സംവിധായകൻ്റെ കഷ്ടപ്പാടുകളും അതിൽ നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക്കും ചിത്രത്തിന് വളരെ വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ചിത്രത്തെ താറുമാറാക്കുന്ന മലയാള റിവ്യൂവറെ എന്ത് പറയണം? ചില വീഡിയോകൾ കണ്ടു, വൈശാഖ് മമ്മൂക്കയെ പിടിച്ചു കെട്ടി. അതായത് വിജയ ചിത്രങ്ങൾ തുടർച്ചയായി തന്നുകൊണ്ടിരിക്കുന്ന മമ്മൂട്ടിയെ വൈശാഖ് പിടിച്ചു കെട്ടിയെന്ന്. എവിടെ പിടിച്ചു കെട്ടാൻ? ടെർബോ പരാജയപ്പെടുമെന്നാണോ ഇവരൊക്കെ ചിന്തിക്കുന്നത്? ചിത്രത്തിൻ്റെ പോക്ക് കണ്ടിട്ട് 100 കോടിയിലൊന്നും നിൽക്കില്ല എന്ന് തന്നെ പറയാം. റിവ്യൂ എന്ന പേരിൽ ഒരു ചിത്രത്തെ കീറിമുറിച്ച് ഓപ്പറേഷൻ ചെയ്യുന്ന ആളുകളെക്കാൾ ഏറ്റവും കൂടുതൽ ചിത്രം കൊണ്ടാടുന്നത് സാധാരണക്കാരാണ്. തിയേറ്ററിൽ വന്ന് അടിച്ചു പൊളിച്ച് ഒരു സിനിമ ആഘോഷിക്കുന്ന സാധാരണക്കാരാണ് ഒരു ചിത്രത്തെ വിജയിപ്പിക്കുന്നത്. അത് തിയേറ്റർ റെസ്പോൺസിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ വേർഡ് ഓഫ് മൗത്തിൽ ഈ ചിത്രം വളരെ മികച്ച ഒരു വിജയമായി മാറുന്നതിന് ഒരു സംശയവും വേണ്ട. അതിനുള്ള തെളിവാണ് ഇന്നലെ രാത്രികളും 224 ലേറ്റ് നൈറ്റ് ഷോ ആണ് ആഡ് ചെയ്തത്. ഇത് മലയാള സിനിമയുടെ ചരിത്രമാണ്. മലയാള പ്രേക്ഷകർ മാത്രമല്ല, തമിഴിലും ഹിന്ദിയിലും മറ്റുള്ള ലാംഗ്വേജുകളിലും ഈ ചിത്രം അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. കാരണം ചിത്രത്തിൻ്റെ മാസ് മസാല പോർഷൻ തന്നെയാണ്. അത് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ്. ടെർബോ എടുത്തത് മമ്മൂട്ടി കമ്പനിയാണ്. അതെ, ഇത് മമ്മൂട്ടിയുടെ ചിത്രമാണ്. കാത്തിരിക്കാം.